അനീഷും ഞാനും മാത്രല്ലേ ഉണ്ടാവും. അത് വേറൊരു ദിവസം. റൂമിൽ തന്നെ വേണമെന്നില്ലല്ലോ. പിന്നെയോ പുറത്തുനിന്നോ? നമുക്ക് അവിടെ ഏതെല്ലാം സ്ഥലം ഉണ്ടാവും ഇങ്ങനെ ആളില്ലാത്ത ആരെങ്കിലും പോയിക്കൂടെ? ആരെങ്കിലും കണ്ടാലോ? ആരും കാണുന്നില്ല. അന്ന് ഇപ്പോഴേ പേടിച്ചിട്ട് ഇനി വരൂലെന്ന് പറയണ്ട. വരൂ. അന്ന് പുഴയിൽ ഞാൻ വന്നിട്ടില്ലേ? അവിടെയും പുറത്തന്നെ അല്ലേന്നോ? ഊട്ടിക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടാ വരുന്ന കേട്ടാ. ഊട്ടിക്ക് എന്തായാലും പോവാം. അവിടെ പോയിട്ട് പോകണം നമുക്കൊന്ന്. അനീഷിന് മനസ്സിലായില്ലേ? എന്നാലും പറ, അറിയണ്ടേ? അറിയണ്ടേ? ഒന്ന് പരീക്ഷിക്കാനും ഇതല്ലോ. ഊട്ടി തന്നെ പോകണം. അതുവരെ കാത്തിരിക്കണോ? ഊട്ടിയിൽ ഞാൻ 2 ദിവസം കൊണ്ടും അനീഷിനെ വിളിക്കുവേ വന്ന് കഴിഞ്ഞിട്ട്. വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ? അതിന് മുമ്പ് തന്നെ എനിക്ക് അതിനോട് കാണുന്നു. അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നമുക്ക് വീട്ടിൽ പോകാം. അല്ലെ അടി ഇടുന്ന ഏതെങ്കിലും റൂം ആയിട്ടുണ്ടെങ്കിൽ അടി എടുക്കാം. അവിടെ റൂം എടുക്കണം. വീട്ടിൽ പോയപ്പോ എത്രയല്ലേ ദൂരമുള്ളൂ. എന്നാ അനീഷ് പറഞ്ഞാൽ മതി. ഞാൻ എവിടെയെങ്കിലും പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രി എത്തുക. അപ്പൊ നമുക്ക് അടിയെടുത്ത് റൂം എടുത്ത് നിന്നാലോ? അതിനെടുത്ത് രാത്രിത്തെ ഉച്ചക്കത്തെ ട്രെയിനായിരുവാ. നിക്കാം. റെഡി ആയിട്ട് വരണേ. ഞാൻ റെഡി ആയിട്ട് വന്നു. എനിക്ക് ഓർമ്മയില്ല എന്തെല്ലാം ചെയ്തിരുന്നു. ഇനി ഞാൻ പഴയതൊന്നല്ല. ഞാൻ ഇതെല്ലാം കേട്ടിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ ആയിരിക്കണം. വന്നാല് അതിന്റെ മറ്റേ ആളാക്കാണ് ഉഷാറായിട്ട് ചെയ്യാനുണ്ടാവും. എന്തെല്ലോ പഠിച്ചു വെച്ച പോലെയുണ്ടല്ലോ. അനുണ്ടിരിക്കുന്ന കേട്ടിട്ട് തന്നെ വർത്തിക്കുന്നത്. എന്തല്ലേ ഉള്ളത്? ഞാൻ പറഞ്ഞിട്ട് പറയൂല. അതിനും അരുവത്തില്ലാതെ എനിക്ക് അങ്ങനെ തോന്നിയ അങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെ കേൾക്കുന്നില്ല കേട്ടോ. അല്ല അനു ഇവിടെ ഇല്ലാതെ എനിക്ക് തോന്നിയ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നല്ലോ. അതുപോലെ ഞാൻ ചെയ്തു തരുവാ. ചെയ്തു തരും. ഞാൻ വിചാരിച്ച പോലെ നടക്കണേ. വിചാരിച്ച പോലെ അനു പറഞ്ഞാലേ അങ്ങനെ നടക്കും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്നത്. അതൊരു സുഖമില്ല. എന്നാലും അത് പറയാണ്ടെന്ന് അനു അങ്ങനെ ചെയ്യിച്ചാൽ അനീഷ് അത് പഠിച്ചു വെച്ച് കഴിയുമ്പോ വേറെ തന്നെ ഒരു സുഖ. ഞാനൊരു പ്രശ്നം അതല്ലേ അതിന് വന്നാലേ മനസ്സിലാവും. പഠിക്കാനായിട്ട് ഞാനെന്റെ പോവാ. അങ്ങനെയല്ല അറിഞ്ഞു വെച്ച് ചെയ്യണം എല്ലോ. അതൊക്കെ ചെയ്താലും നേരം മനസ്സിലാവൂല്ലോ. പിന്നെ ഞാനിത് അത് ചെയ്യുന്നു പറഞ്ഞിട്ട് ചെയ്യുമ്പോ ഒരു രസമില്ല. അനീഷ് എന്നെ സ്വന്തമായി ചെയ്യണം. നീ ചെയ്തോളൂ. അന്നേരം എനിക്ക് അത് ഓരോ ചെയ്യുമ്പോ അത് പാടുണ്ടോ ഇത് പാടുണ്ടോ തോന്നലില്ല. അതാണ്. അതൊന്നും പാടില്ലാണ്ടൊന്നുമില്ല. അങ്ങനെ സംശയമൊന്നും വേണ്ട. മനസ്സിൽ തോന്നുന്ന അങ്ങ് ചെയ്യും. അത് രസം. അനുവിന് മനസ്സിൽ തോന്നുന്ന ചെയ്തോ. ഞാനും പറയുന്നില്ല. ഞാൻ മനസ്സിൽ തോന്നുന്നത് ചെയ്യും. അനീഷോട് പറയൂല കേട്ടാ. എന്നാ ഞാനേ മറ്റന്നാൾ കേരാ. അനീഷിന്റെ വർത്താനം ഈ സംസാരം കേട്ടിട്ട് നോക്കൂലേ. എനിക്ക് ഇനി വേഗം അനീഷിന്റെ അടുത്ത് എത്തിയാൽ വരും തോന്നുന്നുണ്ട്. ഇന്ന് വരാൻ പറ്റൂല. അത് പെട്ടെന്ന് പറയുമ്പോ എനിക്ക് വരാൻ പറ്റൂലല്ലോ. കാത്തി വെച്ച് ചൂടായിരിക്കും. തണുക്കട്ട് നല്ല ഫ്രിഡ്ജിൽ വെക്കുന്നു. തന്നോളൂ. തണുത്തോളൂ. തണുക്കാൻ പറ്റിയ ഫ്രിഡ്ജ് നിന്റെ അടുത്തല്ലേ ഉള്ളേ. അത് കുറച്ച് ചൂടും തണുപ്പല്ലേ ഉള്ളതല്ലേ. ശരി. ഞാൻ വരണ്ടേ? അതുകൊണ്ടല്ലേ ഞാൻ വേഗം പോയി. വേഗം വന്നാല് അത്രയും വേഗം ഊട്ടിക്കും പോവാ.
തണിയുകയും ചെയ്യാം, തണുക്കുകയും ചെയ്യാം മൊത്തത്തിൽ. അനീഷിന് ശരിയായ പോലെ ഉണ്ട്. കൊറേ പോയ പോലെ നടക്കുക. അങ്ങനെ വിളിക്കുമ്പോൾ പറയും നല്ല കാര്യങ്ങൾ നല്ലോണം നടക്കുന്നില്ല. അല്ല ഞാൻ എല്ലാ പക്കല്ല അല്ല ഈ ഒടിച്ചാല് പൊട്ടിപ്പോകുന്ന തരത്തിലുള്ളത് അത് അനുവിനറിയില്ല, അനു കണ്ടിട്ടില്ല. അത് പറഞ്ഞു അതാ ചോദിച്ചേ. നീ ഓടിയ നീ കുറച്ച് പൊട്ടിച്ച് കളയല്ല കേട്ടാ. കളയൊന്നുമില്ല, ഇന്നലെല്ലാം തനി തന്നെ പൊട്ടിട്ട് പോയി. അമ്മ ആളുണ്ടാട്ടാ, എന്താ വെച്ച് കൊണ്ടോന്നിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അയാള് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ചെയ്യാ. അയാളും മാറി മാറി ചെയ്യും. ഒരേ സ്ഥലത്ത് മാത്രല്ല കേട്ടാ. അതാ ഞാൻ പറഞ്ഞ അഞ്ചിന് അറിയില്ല. അതൊന്നും ഇപ്പോ ഒരു സ്ഥലത്തല്ലാണ്ട് പിന്നെ പറയാ. അതെല്ലാം ഉണ്ട്, ഞാൻ അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞുതരാം. പറയാൻ മടിയായിട്ടാ അന്ന് ഇങ്ങനെ പറഞ്ഞാ. നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെ പറഞ്ഞാന്ന് റിവേഴ്സ് ഗിയറിലും പോവും, ബാക്ക് ഗിയർ. അനു അങ്ങനെയല്ലേ പറഞ്ഞേർത്ത് ചെയ്യുമ്പോ. അതുപോലെ തന്നെ അതിന് പറഞ്ഞുതരാൻ നമുക്ക് എന്തോ ഒരു തോന്നല്. ഫസ്റ്റ് ഗിയറിലല്ലാണ്ട് റിവേഴ്സ് ഗിയറിലും പോവും. അതാണ് അതിന് വന്നേ അപ്പുറം ബാക്കറി എന്ന് പറയുന്നല്ലേ. അനക്കത് അറിയണ്ടേ. പഠിച്ചു പറയണ്ടേ. അന്നേരം ബാക്കിലാകുമ്പോ നല്ല ഉണ്ടാവും. പിന്നെ അത് അന്വേഷിച്ച് മനസ്സിലാവും. ഇത്രയും ദിവസമായിട്ട് അതിന് പറഞ്ഞുതരായിരുന്നു. അത് വെച്ച് ഓരോന്നോരോന്നായിട്ട് അനീഷ് പഠിച്ചു വരട്ടെ. പിന്നെ അനീഷ് പഠിക്കില്ലെന്ന് ചോദിച്ചു ബാക്കി. അപ്പോ അനീഷ് ഇതൊന്നും ചെയ്യുന്നില്ല. എല്ലാം പറഞ്ഞായിരുന്നു അനു പറഞ്ഞു. ബാക്കിലത്തെ കാര്യം നമുക്ക് അറിയില്ല. അങ്ങനെയുണ്ട്. മുമ്പിലത്തെ അതേ തന്നെ കിട്ടും. പിന്നെ അതിലും സുഖമായിരിക്കും. അനുവിന് മാത്രല്ല അനക്കും അങ്ങനെ ഉണ്ടാവും. ഉണ്ടാവും. അയാൾ ഇങ്ങനെയല്ലായിരുന്നു ചെയ്യുന്നതിനും വെറുതെയല്ലല്ലോ അനുവിനോട്ട് വരുന്നില്ല എന്ന് പറയുന്നു. പിന്നെ അനു ചെയ്യുന്നു പറഞ്ഞിട്ട് ചെയ്യുന്നില്ലല്ലോ. എനിക്ക് അറിയില്ല അനീഷിന്. ഞാനെന്ത് ചെയ്യാന്? ഞാൻ ഇതെല്ലാം ആദ്യമായിട്ടല്ലേ അനു പറഞ്ഞില്ലേ. അനു 16 വയസ്സിലേ ഇത് ഇങ്ങനെ എല്ലാം ഉണ്ട്. എങ്ങനെയാ അതൊന്നുമില്ല. മുമ്പിൽ മാത്രം അതെല്ലാം ഇപ്പൊ ഉള്ളതാ. അന്നേരം വേഗം ആവൂ. അന്നേരം പിന്നെ ബാക്കിലല്ലോ നേരാണ് വേഗം ഉണ്ടാവും. എന്നിട്ട് പിന്നെ അനു ശരി പറഞ്ഞത്. അനുവിനും ചെറിയ നാണം ഉണ്ടല്ലോ നേരം അല്ലേ പറയാൻ. പിന്നെ നാണം ഉണ്ടാവില്ല. പക്ഷേങ്കില് അനീഷ് ഇവിടെ പറഞ്ഞിട്ട് ചെയ്യുന്നത് അതൊരു സുഖമില്ല. അതെന്താ? അത് അറിയാതുണ്ടല്ലോ എന്നേരം പറഞ്ഞു തരുന്ന. ഇപ്പൊ ഞാൻ ചേച്ചിന് വന്നിട്ട് പറഞ്ഞിരുന്നു ചേച്ചി. അപ്പോഴൊക്കെ അനീഷ് ചോദിച്ചല്ലോ. മനസ്സിലായില്ലേ? മനസ്സിലായി. അനുവിന്റെ വർത്താനത്തിൽ ഞാൻ ഏതാണ്ട് മനസ്സിലാക്കി എടുത്തതാ. അങ്ങനെ മനസ്സിലാക്കി എടുക്കണു. എന്നാലേ ഒരു അനക്കും ഒരു സുഖം.
അനീഷ് നല്ല മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ഇപ്പം തന്നെ ഇങ്ങ് വന്നതിന് ആദ്യം തന്നെ ഞാൻ ബാക്കിലേക്ക് കയറിലിടുക. എനക്കാന്നിതായി ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നു. പിന്നെ അനീഷ് അതേ ചെയ്യൂലേ? ആ എനിക്ക് പറഞ്ഞ ഇപ്പൊ എന്റെ അവസ്ഥ അനുവിന് ആലോചിക്കാൻ പറ്റുമെന്നോലും അറിയില്ല. ഇതെല്ലാം കേട്ടിട്ട് ഇനിങ്ങനെ ഇന്ന് ഉറങ്ങുക. പോയാ പോയിട്ടൊന്നുമില്ല. പിടിച്ചാലോചിക്കും കളയണ്ട. ഇനിയിപ്പോ ഇങ്ങനെ ഉറങ്ങുക. ആലോചിച്ചാലോചിച്ച് ഉറങ്ങിക്കോ. ഇത്രയും ദിവസം ആലോചിച്ചിരുന്ന അനു ഉറങ്ങീനി. നല്ല ഇതിനോട് വരാൻ പറയുന്നത്. ആ അതുപോലെ തന്നെ 2 ദിവസം കൂടി പിടിച്ചു വെക്ക്. 2 ദിവസം കൂടിയാ? ആ 2 രാത്രി ഞാൻ വരുമല്ലോ. വരാൻ വേണ്ടി ഇങ്ങനെ ഓർമ്മിച്ച് ഇരുന്നിട്ട് എല്ലാ ദിവസവും ഇപ്പൊ ഇങ്ങനെ തന്നെ ഉണ്ടാവും ഓർമ്മുമ്പോ. എന്നിട്ടൊന്നും സംഭവിക്കില്ല. സംഭവിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അനു വന്നിട്ടേ ഇതാവും. അനുവിനെ തന്നെ അനുവിനെ കിട്ടിയിട്ട് തന്നെ ഓണം വെച്ചിട്ട് നിൽക്കുന്ന എന്താ കാണിക്കില്ല. എനക്കുണ്ട്. പക്ഷെങ്കില് വീടിന് കിട്ടുന്നുണ്ട്. പക്ഷെങ്കില് അനീഷിനെ വിചാരിക്കുമ്പോ അത് വേറെയാണ്. രണ്ടും വേറെയാണ്. രണ്ടും വേറെ പറയാതെ ഇപ്പൊ ഞാൻ അതിനൊക്കെ അപ്പുറം ആക്കി തരുന്നു. ഇനി അറിയാതെല്ലാം പറഞ്ഞാ അയാൾക്കൊന്ന് കിട്ടിയ പുതിയെല്ലാം പറഞ്ഞാ കേട്ടോ. ഞാൻ കുറച്ച് പറഞ്ഞാലും ബാക്കി അനീഷ് കണ്ടുപിടിക്കണേ. ദിവസം പറയൂല, ഒരു പ്രാവശ്യം പറഞ്ഞുതരും. കുറച്ച് അയാൾ വേറെന്തെല്ലാം ചെയ്തു തരുത്ത് അതുകൊണ്ട് പറഞ്ഞ അല്ല നമുക്ക് മനസ്സിലാക്കാലോ. അത് പിന്നെ 2 ഇയറിലും ഒന്നിച്ചിടും കേട്ടോ. അതെങ്ങനെയാ? അതുണ്ട്. അതെങ്ങനെയായിരുന്നു? ഒന്നല്ലേ ഒരു സമയത്ത് ഒന്നല്ലേ ഇടാൻ പറ്റൂ? അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇപ്പറും അടുത്ത ഇയറിലിടും. അതറിയില്ല. അതുണ്ട്. അന്നേരം വേറെ പ്രശ്നമൊന്നും വരൂല. എല്ലാം അന്വേഷിക്കും എന്നിട്ട് ഞാൻ നോക്കട്ടെ. പിന്നെ കളയും കേട്ടോ. ഇപ്പം കിട്ടീന തിന്നിട്ട് തന്നെ കളയും. ഡ്യൂട്ടിക്ക് പോകാനും കൂടി കുറച്ച് ബാക്കി വെക്കണം. നാളെ വിളിക്കുവാ? നാളെ വിളിക്കണോ? വിളിക്കണോ? അനീഷിനെ വിളിച്ചൂടാ എന്നാ? ഞാൻ വിളിക്കുമ്പോ അതിന് ഫോൺ നാളെ എന്തായാലും ഞാൻ വിളിക്കാം. ഞാൻ ഫോൺ എടുക്കുകയും ചെയ്യും. അനീഷ് വിളിച്ചാൽ മതി.